ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ദോസ്ത്. അപ്പം നമ്മുടെ ഒരു മിനി ട്രാവലിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൂന്നാറിലാണ്. നിങ്ങൾ ആദ്യം തന്നെ കണ്ടു കാണുമല്ലോ ഒരു ഫോട്ടോ. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റേ ഓൾഡ് മൂന്നാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് കാണാം. ബായ്. ഞങ്ങളെല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ് ഗൈസ്. ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. എത്താറായിട്ടുണ്ട്. അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. കമോൺ ഗൈസ്. കുറേ നേരത്തെ യാത്രക്കൊടുവിൽ ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. ദയാ കാണുന്ന 3 പേരാണ് ഞങ്ങൾ. അച്ഛൻ വീഡിയോ എടുക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് എടുത്ത കുറേ അധികം ഫോട്ടോസ് ഇവിടെ കാണിച്ചു തരാവേ. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫ്ലവറിൻ്റെ ഒക്കെ എന്തൊക്കെയോ ഫ്ലവർ ഷോസൊക്കെ. അതൊക്കെയാണ് ആ ഫോട്ടോസിലുള്ളത്. എനിക്കത് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. ഗൈസ്, അപ്പം ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങി മറ്റേ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചായ അടിക്കണം. അതൊക്കെയാണ് നമ്മുടെ പ്ലാൻ. നമുക്ക് ടോപ്പ് സ്റ്റേഷനിലേക്ക്. ഗൈസ്, കുറച്ചുകൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല മഞ്ഞൊക്കെ കാണാമെന്ന് പറയുന്നുണ്ട്. ഇപ്പം തന്നെ അതിൻ്റെ മുകളിലൊക്കെ നല്ല മഞ്ഞാണ്. അപ്പോൾ അതിന് നമ്മൾ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഫൈനലി വി റീച്ച് ഡൗൺ ടോപ്പ് സ്റ്റേഷൻ. അതേ കണ്ടോ, ഇവിടെ മൊത്തം നമുക്കൊന്നും കാണാൻ പറ്റില്ല. പുക പോലെ ഇങ്ങനെ ഇരിക്കുക. അതുമല്ല, അതിൻ്റെ കൂടെ ചെറിയ പൊടിമഴ ഉണ്ടായിരുന്നു. ഇപ്പം അത് മാറി. കണ്ടോ, മറ്റേ കാറിൻ്റെ ചില്ലിലൊക്കെ മറ്റേ വെള്ളത്തിൻ്റെ. പിന്നെ നമുക്കങ്ങോട്ടൊന്നും കാണാൻ പറ്റില്ല. വണ്ടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹോണടി കേട്ട് വേണം മനസ്സിലാക്കാൻ വേണ്ടി. അതുമല്ല, അങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ് അത് കണ്ടിരിക്കാൻ തന്നെ. അപ്പുറത്തും ഇപ്പുറത്തും തേയിലത്തോട്ടങ്ങളും അതിൻ്റെ ഇടയ്ക്ക് നല്ല കോടയും. അങ്ങോട്ടൊന്നും നമുക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് നമുക്ക് താഴത്തേക്ക് പോകുമ്പോൾ കുതിര സവാരിയുടെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ പോയി അവിടുത്തെ ഒരു ചായക്കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നേരെ താഴത്തേക്ക് പോയി കുതിര സവാരി കയറും. അതിനുശേഷം നമ്മൾ താമസിക്കുന്ന വീട്ടിലേക്ക്. അപ്പോൾ അതാണ് പരിപാടി. ഞങ്ങളത് ടോപ്പ് സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ നിങ്ങളെ ഇവിടെ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ചായക്കട. ഈ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളത് തിരിച്ചു പോകാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇത് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും കുതിര സവാരിയുണ്ട്. നമുക്ക് കുതിര സവാരിയിലേക്ക് പോവാം. കമോൺ.
നമ്മൾ നമ്മുടെ പ്ലാനൊന്ന് മാറ്റി ഇപ്പോൾ ബോട്ടിംഗ് ഉള്ളൊരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പേര് ഞാൻ മറന്നുപോയി. എനിക്ക് ലൊക്കേഷൻ്റെ പേരൊന്നും അധികം ഒന്നും അറിയത്തില്ല. അപ്പോഴത്തേനും നമ്മൾ ആ ബോട്ടിങ്ങുള്ള സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അച്ഛൻ വഴിയൊക്കെ മാറ്റി ഗൂഗിൾ മാപ്പൊക്കെ മാറ്റിയിട്ടാണ് പോണത്. ത്തേനും അവിടെ കുറേ എന്തൊക്കെയോ ഏതൊരു ഡാമാണ്, മാട്ടുപ്പെട്ടി ഡാം. ആ മാട്ടുപ്പെട്ടി ഡാമിൽ നമുക്ക് ബോട്ടിങ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ അവിടെ കുറേ ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ അവിടെ ചെന്നിട്ട് കാണാം. ചീറ്റിപ്പോയി ഗായ്സ്, അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. അതുമല്ല അവിടുത്തെ അവിടെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുക, ചാറ്റൽ മഴ. അതുകൊണ്ട് ബോട്ടിംഗ് ഒന്നും ഇപ്പോൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതിന് പകരം നമ്മളിപ്പോൾ അവിടെ എത്താറായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്നാലും തരൂല, നമുക്ക് നേരെ കുതിര സവാരിയുള്ള സ്ഥലത്തേക്ക് പോകും. അതിന് മുന്നേ അവിടുത്തെ ഫാൻസി കടയിൽ കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങണം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ കുതിര സവാരിയുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിനുള്ള സ്ഥലത്താണ് ഈ ഗ്ലാസ്സൊക്കെ വാങ്ങിയത്. ഞാൻ പറഞ്ഞില്ല കുറേ ഫാൻസി കടയുണ്ടെന്ന്. അപ്പോൾ അവിടെ നിന്നാണ് ഇത് വാങ്ങിയത്. പിന്നെ വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ അവരവിടുന്ന് ഞങ്ങൾ ഇറങ്ങും പറഞ്ഞു ഏതോ ഒരു ആന, ആ ഒരു ആനേനെ നമുക്ക് കാണാൻ പറ്റും ഒക്കെ. പക്ഷെ ഇത്രയും നേരമായിട്ടും കണ്ടിട്ടൊന്നുമില്ല. നമ്മൾ ആനേനെയും തപ്പി പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വാങ്ങിയ ചോക്ലേറ്റ് ആരൊക്കെയൊക്കെയോ വേണ്ടി വാങ്ങിയതാണ്. പക്ഷെ ഒറ്റയടിക്ക് നീലും അത് തിന്ന് നിർത്തും. ഇനി ആകെ 1-2 പീസേ ഉള്ളൂ. ഇത് നമ്മൾ കുറേ നേരം ഈ പോക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം എത്താറായി എന്നാണ് അച്ഛൻ പറയുന്നത്, എന്നിട്ടും എത്തുന്നില്ല. ഗൈസ്, ഞങ്ങൾ എത്ര നേരം യാത്ര ചെയ്തു? ഈ വീഡിയോയിൽ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ നേരം യാത്ര ചെയ്തു. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ എത്രയും എടുത്ത് കാണിക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇതൊക്കെയാണ് ഈ മോതിരമാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയത്. പിന്നെ ഈ ഒരു വള, തള, പിന്നെ കണ്ണാടി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും, പിന്നെ നേരത്തെ കാണിച്ച ചോക്ലേറ്റ്. ഇത്രയൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയത്. അതേ അച്ഛനവിടെ എത്താറായി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒടുവിലെത്തി ഗൈസ്. ആ ബ്ലാക്കും വൈറ്റും ചേർന്ന കുതിരയിൽ വരുന്നതാണ് ഞങ്ങൾ. എൻ്റെ നീല് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അതിൻ്റെ മുകളിലവൻ ആദ്യമായിട്ട് കയറുന്നത്, ഞാനും. അതിന് എന്തായിരുന്നു ബാക്ക് സൈഡൊക്കെ വേണ്ടിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയറും കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.